ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. ഓൾമോസ്റ്റ് എല്ലാ വിഭവങ്ങളും നല്ല ടേസ്റ്റിയാണ്. ഒന്നും പ്രത്യേകിച്ച് പറയാനായിട്ട് കുറവുകൾ അങ്ങനൊന്നുമില്ല. ഇറച്ചിച്ചോറ്, കപ്പ ബിരിയാണി, ബീഫ് വരട്ട്, ബീഫ് ഫ്രൈ, ചിക്കൻ 64, ചിക്കൻ കുറുമ, പാൽക്കപ്പ, ഫിഷ് പൊള്ളിച്ചത്, ബീഫ് ബിരിയാണി, ഇതിൻ്റെ കൂടെ നെയ്പ്പത്തിൽ, അതുപോലെ തന്നെ ചെമ്മീൻ മസാല, പിന്നെ അൽഫാം, ഇത്രയും സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഒരു സ്ഥാപനത്തിൽ റിപ്പീറ്റഡ് കസ്റ്റമർ വരുന്നുണ്ടെങ്കിൽ മാത്രമേ അവരെ കച്ചവടം മുന്നോട്ട് പോകും കേട്ടോ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവരെ കച്ചവടം കേട്ടോ. അതായത് റിപ്പീറ്റഡ് കസ്റ്റമർ വളരെ കൂടുതലാണ് ഇവിടെ. ആഷിഫ് ട്രൈ ചെയ്ത് ഫിഷ് പൊള്ളിച്ചാണ്, ഓൻ പറഞ്ഞ അടിപൊളിയാണ്. ഞാൻ ആദ്യം ട്രൈ ചെയ്ത് പാൽക്കപ്പയും ബീഫാണ് ഏറ്റവും നല്ല ഫേവറേറ്റ് സാധനം കേട്ടോ. ബീഫ് ഒരു രക്ഷയില്ല, നല്ല അടിപൊളിയായിട്ട്. അതിൻ്റെ ശേഷം നെയ്പ്പത്തിലും ബീഫും ഒന്നും പറയാനില്ല കേട്ടോ. എടുത്ത് വേണ്ട സാധനം പാൽക്കപ്പ, അടിച്ച് മാണ്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഇറച്ചിച്ചോറ് മെയിൻ സിഗ്നേച്ചർ ആയിട്ടാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഐറ്റം ഈ ഇറച്ചിച്ചോറാണ് കേട്ടോ. ഞാൻ ആഷിഫിൻ്റെ അടുത്ത് കുറച്ച് ഫിഷ് പൊള്ളിച്ചെടുത്ത് കഴിച്ചു നോക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കൽബു ട്രൈ ചെയ്ത് നോക്കിയത് കപ്പ ബിരിയാണിയാണ്. കപ്പ ബിരിയാണി നല്ല ടേസ്റ്റ് നോക്കാൻ പറഞ്ഞു കേട്ടോ. നോഫലും ഫിഷ് പൊളിച്ച് ട്രൈ ചെയ്ത് നോക്കി. അവസാനം ഞാനും കപ്പ ബിരിയാണി കുറച്ചെടുത്ത് കഴിച്ചു നോക്കിട്ടോ. സംഭവം അടിപൊളിയാണ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും ഒരു ഐറ്റം മോശമായിരിക്കും എന്ന് വിചാരിച്ചാൽ ഒന്നും മോശമായിട്ട് എല്ലാം ഒന്നിനൊന്നും മെച്ചം കേട്ടോ. ഈ കുടിക്കുന്ന സാധനമില്ല, അതാണ് മെയിൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹബൂദ് ഒരു രക്ഷയില്ല കേട്ടോ, കിണ്ണം കാച്ച ഐറ്റം. നമ്മളെ സ്വന്തം നാട്ടുകാരനായ ആസിഫിൻ്റെ കടയാണ്. സ്പോട്ട് വരുന്ന നമ്മളെ ടീറ്റൻ്റാണ്. ഒരുപാട് പാർക്കിംഗ് സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. എത്ര വണ്ടിക്ക് വെക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ആംബിയൻസും അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മളെ അൽഅറബി സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലാണ്. ന്യൂസ് അല്ലാത്ത ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ.